സത്യം പറഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ ഇതുവരെ ഫാസ്റ്റ് ചെയ്തിട്ടില്ല. അതായത് പല കാരണങ്ങൾ കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാതെ ഇരുന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇനിയും ഏകദേശം 5 മണിക്കൂർ അടുപ്പിച്ച് പിടിച്ചു നിൽക്കാനുണ്ട്. നോമ്പ് പിടിക്കുന്ന എല്ലാവരോടുമുള്ള വലിയ റെസ്പെക്റ്റ് ഞാൻ അറിയിക്കുകയാണ്. സമ്മതിക്കണം, ഒട്ടും എളുപ്പമല്ല. ഓക്കെ, അങ്ങനെ നമുക്ക് പലഹാരങ്ങൾ കിട്ടി. അമ്മേ, ചെറിയൊരു തലകറക്കം പോലെ കിട്ടും. ഇങ്ങനെ ഒരു ബ്ലോഗ് ചെയ്യുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഒരു ഡൗട്ട് തോന്നാം, ഇവരിതൊക്കെ ചുമ്മാ അല്ലേ, അഭിനയിക്കല്ലേ, ഇവര് ഫുഡൊക്കെ കഴിക്കുന്നുണ്ടാവുന്നു. അങ്ങനെ നിങ്ങൾ ആലോചിച്ചാലും തെറ്റ് പറയാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു വീഡിയോ ആണ്, നമുക്കത് ഫേക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഖദീജ ബീവി എങ്ങനെ ഉണ്ടല്ലോ, ഖദീജ ബീവി എല്ലാം പഠിപ്പിച്ച്. ഇതെല്ലാം എനിക്ക് വേണ്ടിയുള്ളത്. എനിക്കറിയില്ല ഭാര്യ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കി വീട്ടില് പറഞ്ഞു നോക്കടാ എവിടെ. ഹേ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ആക്ച്വലി ഈ വ്ളോഗ് അസ്സലാമു അലൈക്കും പറഞ്ഞാണ് തുടങ്ങേണ്ടത്, അതുകൊണ്ട് എല്ലാവർക്കും അസ്സലാമു അലൈക്കും. നമ്മൾ ഇന്ന് നോമ്പ് പിടിക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. വാട്ട് ഈസ് ഹാപ്പനിങ് എവരിവൺ? ഐ എം കാർത്തിക് കൃഷ്ണൻ, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഞാൻ പതുക്കെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, വെളുപ്പിന് 4 മണി. ഇതുണ്ടോ ക്ലോക്കിൽ സമയം നോക്ക്, 4 അടിക്കാൻ പോകുന്നതേ ഉള്ളൂ, 4 ആയിട്ടില്ല. 4 മണിക്ക് എണീറ്റിരിക്കുകയാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ നോമ്പ് പിടിക്കാൻ ഒരാളും കൂടെ ഉണ്ട്. ആരാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഖദീജ ബീവി. പൂജ, ആ ബീവി അല്ല, എൻ്റെ ബീവി പൂജയും കൂടെ കൂടിയിരിക്കുകയാണ്. രാവിലെ 4 മണി ആവാറായപ്പോൾ വിളിച്ച് എണീപ്പിച്ചു. സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ രണ്ടുപേരും കൂടിയാണ് ഇന്ന് നോമ്പ് പിടിക്കുന്നത്. അപ്പോൾ നോമ്പ് പിടിക്കുന്നതിൻ്റെ കാര്യങ്ങൾ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയത് മാഹിൻ മച്ചാൻ്റെ അടുത്തു നിന്നാണ്. അപ്പോൾ മാഹിൻ മച്ചാൻ എന്നോട് പറഞ്ഞു, എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ രാവിലെ ഒരു 5:10 വരെ, 5:10 മുന്നേ കഴിക്കൽ നിർത്തണം, പിന്നെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ പാടില്ല, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അതിനു വേണ്ടി ഇപ്പോൾ എണീറ്റതാണ് 4 മണി ആവാറായപ്പോൾ. പക്ഷെ എന്താണെന്ന് വെച്ചാൽ, ഈ സമയത്ത് നമുക്ക് തീരെ കഴിച്ച് ശീലമില്ലാത്തതുകൊണ്ട് തന്നെ വിശക്കൊന്നുമില്ല, കഴിക്കാനും തോന്നില്ല അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുമെന്നറിയില്ല. ഞങ്ങൾ 2 പഴം കഴിച്ച് അവസാനിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ നോമ്പിലേക്ക് കയറണം. അപ്പോൾ ഈ പഴം കഴിക്കാൻ അപ്പോൾ നമ്മൾ പഴം കഴിച്ച് ഇന്നത്തെ പരിപാടികൾ പൂർത്തിയാക്കിയാണ്. ഇതും കഴിച്ച് നല്ലോണം വെള്ളവും കുടിക്കാം. പിന്നെ ഇത് കഴിഞ്ഞാൽ ഒന്നുമില്ല, ഫുള്ള് നമ്മൾ ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്യാൻ വിചാരിച്ചേക്കാണ്. ഈസപ്പം അടുത്തായിട്ട് കുറച്ച് വെള്ളവും കൂടി കുടിക്കുകയാണ്. അപ്പം കഴിഞ്ഞല്ലേ, ഫിനിഷ്. വെള്ളം കൂടി കുടിച്ച റൂമിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ അടുത്തായിട്ട് നമ്മളിനി ഉറങ്ങാൻ പോവാണ്. അപ്പോൾ അതിനു മുമ്പ് ജസ്റ്റ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ആക്ച്വലി ഈ നോമ്പ് പിടിക്കൽ എനിക്ക് വളരെയധികം സ്പെഷ്യലാണ്. എന്തുകൊണ്ടാണെന്നറിയാം? സത്യം പറഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ ഇതുവരെ ഫാസ്റ്റ് ചെയ്തിട്ടില്ല. അതായത് പല കാരണങ്ങൾ കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാതെ ഇരുന്നിട്ടുണ്ട്. അതിപ്പോൾ എന്തെങ്കിലും ഷൂട്ടിന് മുമ്പോഴോ അല്ലെങ്കിൽ യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് കഴിക്കാൻ പറ്റാതെ ഇരുന്നത് അങ്ങനെ ഉള്ളൂ. അതൊഴിച്ചു കഴിഞ്ഞാൽ ഞാൻ അറിഞ്ഞുകൊണ്ട് എൻ്റെ ഓർമ്മയിൽ ഞാൻ ഇതുവരെ ഫാസ്റ്റ് ചെയ്തിട്ടില്ല. ഹാവ് യു? ഒരു തവണ എന്തോ എടുത്തിട്ടുണ്ട്. ആണല്ലേ, പണ്ട് ചെറുപ്പത്തിൽ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ഈ ഫാസ്റ്റിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നപ്പോഴാണെന്ന് വെച്ചാൽ സ്കൂളിൽ പഠിക്കുമ്പോഴാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും മുസ്ലിം ഫ്രണ്ട്സ് കുറേ പേരുണ്ട്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ കഴിക്കാതിരിക്കുന്നതൊക്കെ നമ്മൾ വളരെ ചെറുപ്പം തുടങ്ങി കാണുന്നതാണ്. ഒരു പ്രാവശ്യം ഞങ്ങൾ ഈ സ്കൂള് വിട്ട് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയം അവിടെ ഫ്രണ്ട്സായിട്ട് ഇന്ന് ഫുട്ബോൾ കളിക്കാറ്. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഷാബാസ് എന്ന് പറഞ്ഞ ഒരുത്തരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കളിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോയി വെള്ളം കുടിക്കാനായിട്ട് പോയി. അപ്പോൾ പോലും ഞങ്ങളുടെ കൂടെ അത്ര സമയം നിന്ന് കളിച്ച് ഇവൻ അന്നേരം വെള്ളം കുടിക്കാണ്ട്, നോമ്പാണെന്ന് പറഞ്ഞിട്ട് വെള്ളം കുടിക്കാണ്ട് ഇരിക്കുന്നത് ഞാൻ കണ്ടു. അത് ഞാൻ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു പോയി. അന്നാണ് എൻ്റെ മനസ്സിൽ ആദ്യമായിട്ട് ഇങ്ങനെ തോന്നുന്നത്. അന്ന് എനിക്ക് തോന്നുന്നു 10th +1 എന്താണ്. അപ്പോൾ അന്ന് എനിക്കിങ്ങനെ തോന്നി, എന്തെങ്കിലും ഒരു ദിവസം ഫാസ്റ്റ് ചെയ്ത് നോക്കണം, എന്താണ് അതിൻ്റെ ഇതെന്ന് അറിയാനായിട്ട്. അപ്പം എന്തായാലും അത് കഴിഞ്ഞിട്ട് ഏകദേശം 10-14 കൊല്ലം കഴിയേണ്ടി വന്നു ആ ദിവസത്തിലേക്ക് എത്താൻ. എന്തായാലും ഇന്നാണ് ആ ദിവസം. ഫാസ്റ്റ് ചെയ്ത് നോക്കിയാണ് എല്ലാവരെയും അനുഗ്രഹത്തോടു കൂടി അല്ലേ. കുറേ നാളായി. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ്. ആ ബ്ലോഗിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്തുകൊണ്ട് ഞങ്ങൾ ഉറങ്ങാൻ പോകും. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ബാക്കി പരിപാടികൾ നേരം വെളുത്തിട്ട് കാണാം. ഇൻ 3, 2, 1 ഗൈസ്, അങ്ങനെ നേരം വെളുത്തിരിക്കുകയാണ്. അയ്യോ, എന്തൊരു വിളിച്ചു. അപ്പോൾ ഞാൻ ഒന്ന് ബാൽക്കണി വരെ വന്നതാണ്. ആക്ച്വലി ഇപ്പോൾ സമയം കൃത്യം എത്രയാണെന്ന് ചോദിച്ചാൽ 2 മണിയായി. അതായത് ഞാൻ കണ്ണുറന്നപ്പോൾ തന്നെ ഏകദേശം 1 മണി കഴിഞ്ഞു. കാര്യം ഇന്നലെ നമ്മൾ ആ സമയത്ത് പോയി കിടന്നെങ്കിലും അപ്പം തന്നെ ഞങ്ങൾക്ക് 2 പേർക്ക് ഉറക്കമൊന്നും വന്നില്ല. ഒരു 5-5:30 ഏകദേശം ഉറങ്ങാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ണുറപ്പോൾ 1 മണിയായി. പൂജ അതിന് മുന്നേ ഒരു 10:30 ആയപ്പോൾ എണീറ്റായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ എണീറ്റപ്പോൾ പൂജ ഓൾറെഡി ഇതിലേ നടക്കായിരുന്നു. എന്നിട്ട് എന്നോട് പൂജ പറഞ്ഞു, ചെറിയ തലവേദന ഉണ്ട്. കാര്യം ഭക്ഷണം കഴിച്ചുള്ള പൂജയ്ക്ക് ഉറക്കവും ശരിയായിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് നേരം കൂടി കിടന്നോളം പറഞ്ഞു.
അങ്ങനെ പൂജ ഇപ്പോൾ കിടക്കുവാണ്. എൻ്റെ ഫീലിംഗ് എന്താണെന്ന് ചോദിച്ചാൽ എണീറ്റപ്പോഴത്തേക്കും നല്ല വിശപ്പുണ്ട്. ആ ഒരു ബുദ്ധിമുട്ട് നല്ല രീതിയിലുണ്ട് എനിക്ക്. എന്തായാലും നമുക്ക് ഇനിയും ഏകദേശം 5 മണിക്കൂർ അടുപ്പിച്ച് പിടിച്ച് നിൽക്കാനുണ്ട്. നോമ്പ് പിടിക്കുന്ന എല്ലാവരോടുമുള്ള വലിയ റെസ്പെക്റ്റ് ഞാൻ അറിയിക്കുകയാണ്. സമ്മതിക്കണം, ഒട്ടും എളുപ്പമല്ല. പിന്നെ ഗൈസ് മാഹിന്മച്ച എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു, വ്ളോഗിൽ സംസാരിക്കുമ്പം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. കാര്യം സംസാരിക്കുന്നതോറും നമ്മുടെ വായിലെ വെള്ളം പറ്റും, പിന്നെ വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് തോന്നും. പിന്നെ മച്ചാനത് ശീലമാണ്. കാര്യം മച്ചാൻ നോമ്പ് പിടിച്ചിട്ട് നേരെ ക്ലബ് FM പോയിട്ട് മണിക്കൂറുകളോളം മച്ചാൻ സംസാരിക്കുന്നത്. മച്ചാൻ ആർജിയാണ്, മച്ചാൻ സംസാരിച്ചേ പറ്റുള്ളൂ. പക്ഷെ മച്ചാനത് ശീലമാണ്. അപ്പോൾ എനിക്ക് ചിലപ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അധികം എനർജി കൊടുക്കാതെ പയ്യെ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് നേരം കൂടെ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് സാധനം മേടിക്കാൻ പോവാം. ഗൈസ്, അതിൻ്റെ സമയം ഇപ്പോൾ 3:30 കഴിഞ്ഞു. പൂജ എണീറ്റു. ഹൗ ആർ യു ഫീലിംഗ് നൗ? ആണോ? തലവേദനയൊക്കെ മാറിയാ? കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇനി ഇവിടെ അടുത്ത് കടവരെ പോവുകയാണ്. നമുക്ക് നോമ്പ് തുറക്കാനുള്ള സാധനങ്ങൾ മേടിക്കണം. ആക്ച്വലി നമ്മളിന്ന് വീട്ടിൽ ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോമ്പ് തുറന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഡിന്നർ ആക്ച്വലി വീട്ടിലല്ല, വേറെ സ്ഥലത്താണ്. ഇന്ന് മാഹിന്മച്ചാൻ്റെ കൂടെയാണ് അല്ലേ? ഓൾറെഡി തമ്മിലിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മാഹിന്മച്ചാൻ കൊച്ചിയിലേക്ക് വരുന്നുണ്ട്. മാഹിന്മച്ചാൻ്റെ കൂടെയാണ് നമ്മൾ ഡിന്നർ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ പോയി സാധനങ്ങൾ, ചെറിയ കുറച്ച് പലഹാരങ്ങളും ഇതൊക്കെ അല്ലേ ലൈറ്റായിട്ട് നോമ്പ് തുറന്നിട്ട് അവിടെ നിന്ന് മച്ചാൻ്റെ ഒപ്പം നമുക്ക് മെയിൻ ഡിന്നർ. ഗൈസ്, അങ്ങനെ നമ്മൾ ക്വാളിറ്റി ബേക്കേഴ്സിൻ്റെ ഫ്രണ്ടിൽ വന്നിറങ്ങിയിരിക്കുകയാണ്. അടിപൊളിയായിട്ട് ഇവിടെ നിന്നാണ് നമ്മളിന്ന് പലഹാരങ്ങൾ മേടിക്കുന്നത്. പക്ഷേ നമുക്ക് പപ്സ് ഉണ്ട്. ഇത് പത്തിരി അല്ലേ? പത്തിരി ഉണ്ട്, അതുപോലെ വട, പിന്നെ ഇപ്പുറത്തേക്ക് വന്നാൽ കട്ട്ലേറ്റൊക്കെ നോമ്പോർ ഐറ്റംസ് ആണ്. കട്ട്ലേറ്റ് വേണ്ടേ? കട്ട്ലേറ്റ് മേടിക്കാം അല്ലേ? ഓക്കെ, അങ്ങനെ നമുക്ക് പലഹാരങ്ങൾ കിട്ടി. അമ്മേ, ചെറിയൊരു തലകറക്കം പോലെ കിട്ടാം. ബൈ ഇതാണ് സാധനങ്ങൾ. ഒരുപാട് മേടിക്കേണ്ടതെന്നാണ് അമ്മ പറഞ്ഞത്. കുറേ ആയോ എന്നൊരു ഡൗട്ടുണ്ട്. നമുക്ക് സൂപ്പർ മാർക്കറ്റിലൂടെ കയറാം. കമോൺ ഗൈസ്. അങ്ങനെ അടുത്തതായിട്ട് നമ്മൾ സെൻട്രൽ ബസാറിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ സെൻട്രൽ ബസാറിൽ നിന്ന് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ജ്യൂസാണ്. ഇത് നല്ലതാണോ? ഗോവ ജ്യൂസ് അല്ല, ആപ്പിൾ വേണോ ഗോവ വേണോ നല്ലത്? ഗോവ നല്ലത് മതി. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സും കൂടി എടുത്തു കഴിഞ്ഞാൽ പോവാം. പൂച്ച് വി ആർ ഇൻ വെജിറ്റബിൾ സെക്ഷൻ. ബീട്രൂട്ട് വേണമെന്ന് പറഞ്ഞ അമ്മ. ഫ്രൂട്ട്സ് എന്താ മേടിക്കുക? എവിടെ ഇവിടെ കിട്ടും? അങ്ങനെയാണ്. കട്ട് ഫ്രൂട്ട്സ് ഇട്ടാണ് അത് മേടിച്ചിട്ട് പോവാം അല്ലേ? ലിഫ്റ്റ്. ഓക്കെ, അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് വണ്ടിക്കകത്ത് കയറി. ആക്ച്വലി നമ്മൾ ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്യുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഒരു ഡൗട്ട് തോന്നാം, ഇവർ ഇതൊക്കെ ചുമ്മാ അല്ലേ, അഭിനയിക്കല്ലേ, ഇവർ ഫുഡൊക്കെ കഴിക്കുന്നുണ്ടാവുന്നു. അങ്ങനെ നിങ്ങൾ ആലോചിച്ചാലും തെറ്റ് പറയാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു വീഡിയോ ആണ്, നമുക്കത് ഫേക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ് അല്ലേ? പക്ഷേ നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ടാണ്. കാര്യം ഞാനും പൂജ തീരുമാനിച്ചാണ്. കാര്യം നമ്മൾ ആകെ ഒരു ദിവസമാണ് ഈ നോമ്പ് പിടിക്കുന്നത്. കാര്യം ബാക്കിയുള്ളവർ ഒരു മാസം പിടിക്കുന്ന സംഭവം. അപ്പോൾ നമ്മൾ ആ ഒരു ദിവസം ചെയ്യുമ്പോൾ അത് മാക്സിമം സിൻസിയർ ആയിട്ട് തന്നെ വെള്ളം പോലും കുടിക്കാതെ ചെയ്യണം എന്ന് തന്നെ ഉള്ളത് ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പച്ചവെള്ളം കുടിച്ചിട്ടില്ല. പൂജ ഇപ്പം എന്നോട് ചെറിയ വല്ലായ്മയൊക്കെ തോന്നുന്നുണ്ടെന്ന് അല്ലേ? കുഴപ്പമില്ല. സമയം ഇപ്പം 4:22 6:38 ബാങ്ക് കൊടുക്കുന്നതെന്നാണ് മായമച്ചാൻ പറഞ്ഞത്. അപ്പോൾ ഏകദേശം 2-2.5 മണിക്കൂർ. കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. ഓക്കെ, അങ്ങനെ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിൽ വന്നിട്ട് നമ്മൾ വേറൊരു സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ PlayStation 5. ഇത് ഇപ്പോഴല്ല, നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞിട്ട് അല്ലേ, പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഇന്ന് രാത്രി കളിക്കാനായിട്ട് നമ്മൾ സെറ്റ് ചെയ്തതാണ്. ആക്ച്വലി ഈ PlayStation എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം PlayStation അല്ല, നമ്മൾ റെൻറ്റിനെടുത്താണ്. ഗെയിം വാഗൺ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന്. ആക്ച്വലി ഇത് വളരെ നല്ലൊരു കോൺസെപ്റ്റാണ്. അതായത് ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മൾ കൂടുന്ന സമയത്ത്, ഇപ്പോൾ PS5 ഇപ്പോഴത്തെ വിലയെന്ന് വെച്ചാൽ ഏകദേശം 50,000 55 ആ റേഞ്ചിലാണ്. അപ്പോൾ പലർക്കും അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഫ്രണ്ട്സൊക്കെ കൂടുന്ന സമയത്ത് ജസ്റ്റ് 1-2 ദിവസം കളിക്കാനാണെന്നുണ്ടെങ്കിൽ റെൻറ്റിനെടുക്കുന്ന വളരെ നല്ലൊരു ഓപ്ഷനാണ്. ഇത് ഞാൻ റെൻറ്റിനെടുത്തതിന് 599 രൂപയാണ് പെർ ഡേ ആവുന്നത്. ഒരു കൺട്രോളർ ഉണ്ടാവും, ഒരു ഗെയിമും ഉണ്ടാവും ഈ 599 രൂപയ്ക്ക്. പിന്നെ അഡീഷണൽ കൺട്രോളർ നമുക്ക് വേണമെങ്കിൽ 250 പെർ ഡേ, അതുപോലെ അഡീഷണൽ ഗെയിം വേണമെങ്കിൽ 200 പെർ ഡേ. അങ്ങനെയാണ് റേറ്റ് വരുന്നത്. ആൻഡ് PS5 മാത്രമല്ല കേട്ടോ ഇവരുടെ അടുത്തുള്ളത്, PS4 ഉണ്ട്, Xbox ഉണ്ട്, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ആ സാധനങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചു തരാം. അപ്പോൾ ഈ കാണുന്നതാണ് അതിൻ്റെ ഡീറ്റെയിൽസ്. നമ്മളിപ്പോൾ PS5 2 കൺട്രോളർ എടുത്തിട്ടുണ്ടോ. പിന്നെ ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ള ഗെയിംസ്. FIFA ഉണ്ട്, സ്പൈഡർമാൻ, അതുപോലെ WWE ഉണ്ട്, GTA 5 ഉണ്ട്. പിന്നെ ഇവർക്ക് സർവീസസ് ഉള്ളത് കൊച്ചിയിൽ മാത്രമല്ല, ട്രിവാൻഡ്രം ഉണ്ട്. റീസെൻ്റ്ലി ഇവരിപ്പോൾ കാലിക്കട്ടും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ 3 ജില്ലകളിലും നിങ്ങൾക്ക് ഇവരുടെ സർവീസസ് അവൈൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവരുടെ കോൺടാക്ട് ഇൻഫർമേഷനും ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് PS5 എക്സ്പീരിയൻസ് ചെയ്യാൻ
നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ചെറിയ ചിലവിൽ. അപ്പോൾ ഗെയിം വാഗൺ ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ അങ്ങനെ ഫൈനലി എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇന്ന് രാവിലെ പഴം കഴിച്ച അതേ സ്ഥലത്ത് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. അവസാന ഘട്ടത്തിലേക്ക് അല്ലേ, സക്സസ്ഫുള്ളി നമ്മൾ എത്തി. അങ്ങനെ നോമ്പ് മുറിക്കാനുള്ള സമയം ഏകദേശം 10 മിനിറ്റും കൂടെ ഉള്ളു ബാങ്ക് കൊടുക്കാനായിട്ട്. അപ്പോഴത്തേക്ക് നമ്മളിവിടെ മേടിച്ച സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ട്. ഇവിടെ ഫ്രൂട്ട്സ്, ഈന്തപ്പഴം, ഗോവ ജ്യൂസ് നമ്മൾ മേടിച്ചത്, അതുപോലെ ബേക്കറിയിൽ നിന്ന് മേടിച്ച സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ലൈറ്റായിട്ട് നോമ്പ് കുറിച്ചിട്ടാണ് അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്നത് അല്ലേ. അപ്പോൾ ഇനി എത്ര സമയം കൂടെ ഉണ്ട്? പൂജയുടെ ശബ്ദമൊന്നും പുറത്തേക്ക് പോലും അല്ല. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ഇടയ്ക്കിടെ പൂജ എന്നോട് പറയുന്നു ഏട്ടാ ചെറു തലയിറക്കം പോലെ ഉണ്ട്, വിശക്കണുണ്ട്, എന്ത് ഞാൻ പറഞ്ഞ കുഴപ്പമില്ല, ഇനിയിപ്പോൾ കുറച്ച് സമയം കൂടെ വന്നല്ലോ. പക്ഷെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ നോമ്പ് പിടിച്ചിട്ട് നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് അധികം ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ഞാൻ ആലോചിക്കണേ നോമ്പ് പിടിച്ചുകൊണ്ട് ജോലിക്ക് പോകുന്ന ആൾക്കാരില്ലേ, ഫിസിക്കലായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ജോലികൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരെയൊക്കെ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ അവർക്കെല്ലാം നോമ്പ് പിടിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് ഇന്നത്തെ വ്ളോഗ് ഡെഡിക്കേറ്റ് ചെയ്യാം അല്ലേ. ഡെഡിക്കേറ്റിംഗ് ടു അങ്ങനെയുള്ള എല്ലാവർക്കും നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ നോമ്പ് കുറിക്കുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ ഞങ്ങളിപ്പോൾ നമ്മുടെ ബാൽക്കണിയിൽ വന്ന് നിൽക്കുകയാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അങ്ങ് ദൂരെ കരിമക്കാട് പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. അത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അകത്തേക്ക് പോയി കഴിക്കാം. അങ്ങനെ ബാങ്ക് കൊടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ബാങ്ക് കൊടുത്ത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കഴിക്കാം നമുക്ക്. കമോൺ. അങ്ങനെ നമ്മൾ വന്നിരുന്നു, നോമ്പ് കുറിക്കാൻ പോകണം. അപ്പോൾ ആദ്യം എങ്ങനെ ജ്യൂസ് ഇച്ചിരി കുടിക്കണോ? അങ്ങനെയാണോ? ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ, എല്ലാവർക്കും എല്ലാവരുടെയും ആഗ്രഹങ്ങൾ എല്ലാം സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ നോമ്പ് കുറിക്കുകയാണ്. കുടിക്കാം അല്ലേ? എന്തൊരാശ്വാസം. സാധാരണ പച്ചവെള്ളം നമ്മൾ കുടിച്ചിട്ടില്ല, ഞാൻ വെള്ളം പോലും കുടിക്കാണ്ട് അല്ലേ വിചാരിച്ചില്ല. അപ്പം വെള്ളം പോലും കുടിക്കാണ്ട് ആദ്യമായിട്ടാണ് നിൽക്കുന്നത്. നല്ല രീതിയിൽ ക്ഷീണമുണ്ട്. ഞാൻ കുളിച്ചുകൊണ്ടൊക്കെ ഇരുന്നപ്പോഴേ തലയിൽ കൂടി ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിവ് ചെറിയ തലയിറക്കമൊക്കെ പോലെ. അപ്പോൾ നമ്മളിനി ലൈറ്റായിട്ട് കഴിച്ചിട്ട് നമുക്ക് ഇറങ്ങാം. ഓക്കെ, അങ്ങനെ നോമ്പ് തുറയും പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മൾ വണ്ടിയെടുത്ത് ഇറങ്ങിയിരിക്കുകയാണ്. സത്യം പറഞ്ഞില്ലേ വയ്യ, അതായത് ആ ഫുഡും കൂടി ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് എന്താ നല്ല ഭയങ്കര ക്ഷീണം, തലക്കൊക്കെ നല്ല ഭാരം പോലെ ഉണ്ട്. എന്തായാലും നമ്മളിപ്പോൾ പോകുന്നത് കടവന്ത്രയിലേക്കാണ്. നമ്മുടെ ചാർക്കോൾ ഷാക്ക് റെസ്റ്റോറൻറ്റ് നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മുടെ നോർത്തിലുള്ളത്. അപ്പോൾ ചാർക്കോൾ ഷാക്കിൻ്റെ പുതിയൊരു ഔട്ട്ലെറ്റ് നമ്മുടെ കടവന്ത്രയിൽ വരുന്നുണ്ട്. അപ്പോൾ അവിടെ മാഹീൻ മച്ചാൻ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഒന്നും കഴിക്കാതെ നമ്മൾ ചെല്ലാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമെന്ന് തോന്നുന്നു. അവിടെ ചെന്നിട്ട് മച്ചാൻ്റെ ഒപ്പം ഡിന്നർ കഴിക്കാം. അപ്പോൾ ഓഫ് ടു കടവന്ത്ര. ഗൈസ്, അങ്ങനെ ചാർക്കോൾ റെസ്റ്റോറന്റിൽ നമ്മൾ വന്നിറങ്ങിയപ്പോ തന്നെ ചാർക്കോളൊക്കെ എന്നടാ ആദ്യം കാണേണ്ടത്. അതെ അതെ അതെ, അങ്ങനെ മാഹീൻ മച്ചാൻ. മച്ചാനെ വെൽക്കം. ഞങ്ങളുടെ നോമ്പായിരുന്നു, നോമ്പ് ലൈറ്റ് ആയിട്ട് മുറിച്ച് ഇനി മച്ചാൻ ഫുഡ് തരുമെന്നും പറഞ്ഞാണ് നമ്മൾ വന്നിട്ടുള്ളത്. എന്ത് അടുക്കള ഒതുക്കിയിട്ടുണ്ട്, നിനക്കൊരു സൈഡ് ഒതുക്കിയിട്ടുണ്ട്. ആ മതി. ഓക്കെ. ഖദീജ ബീവി എങ്ങനെ ഉണ്ടല്ലോ? ഖദീജ ബീവി എല്ലാം പഠിപ്പിച്ച് നമ്മൾ അതും പറഞ്ഞു. ഇന്ന് രണ്ടുപേരുടെ പേര് മാറുകയാണ്, ഖദീജ ബീവി, മൻസൂർ. അത് കൊള്ളാം. അപ്പൊ രണ്ടുപേരും അകത്തേക്കോ അത് കയറി പരിപാടിയിലേക്ക് കിടക്കാം അല്ലേ. ബാക്കില് കൊലാലംപൂര്. ഇതാരം അത് പുതിയ ടൂർ പ്ലാനിങ്ങിലാണ്. ഇക്ക ഒരു ഹൈ പറയും. ഒറ്റ ചോദ്യം, നമ്മള് എപ്പോഴാണ് പോകുന്നത്? എപ്പോഴും ഫുൾ ടൈം ഇക്ക കളമശ്ശേരി തന്നെ ഇല്ല? അതാണ് ഉദ്ദേശം. ഞാൻ കല്യാണത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതെ, ഭയങ്കര തിരക്കായിരുന്നു. ഞാനപ്പോ കുറെ നേരം നോക്കിയെന്ന്, പിന്നെ നോക്കിയപ്പോ രണ്ട് ഇതും കൂടി ഉണ്ടായിരുന്നില്ല. ഫോട്ടോ എടുത്തിട്ടുണ്ട്, ഞാൻ വന്നിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ട്. അതെ, ഇക്കാന്ന് നിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പൊ ഇക്ക അന്നത്തെ വർഷം ഇന്ന് കഴിക്കണ്ടേ? നമുക്ക് തീർക്കണ്ടേ? ആദ്യം ഫുഡ് പിന്നെ യാത്ര. ഗൈസ്, അതുപോലെ തന്നെ ആർജെ റാഫി മച്ചാൻ ആൻഡ് റാഫി മച്ചാന്റെ വൈഫ് ഷെറിൻ അല്ലേ. ഇന്നെന്താണ് ഇന്റർവ്യൂ ആണോ? അല്ല, ക്യാമറ അതിനുവേണ്ടി വിളിച്ചാണ്, വേറെ ആരും കിട്ടിയില്ല. അപ്പൊ ആരും കഴിച്ചിട്ടില്ല അല്ലേ? അങ്ങനെ ചാർക്കോൾ ഷാക്കിൽ ഫുഡ് വന്നു തുടങ്ങി. നമ്മളുടെ യൂഷ്വൽ സാധനം ചൈനീസ് അല്ലേ. എക്സ്ട്രാ ഒരുപാട് സാധനങ്ങളുണ്ട്, വേറെ കുറെ സാധനങ്ങൾ ബാക്കിൽ നിന്ന് വരുന്നുണ്ട്.
നൂഡിൽസ് ചില്ലി ചിക്കൻ ചൈനീസ് നൂഡിൽസ് ആണ് കഴിക്കുമോ? നൂഡിൽസ് അല്ല ഇഷ്ടം. പൂജയ്ക്ക് നൂഡിൽസ് ഭയങ്കര ഇഷ്ടം. ഇഷ്ടമാണോ? ആ, ഭയങ്കര അത് ഇഷ്ടം. പൂജയ്ക്കുള്ള പൂജ ഖദീജ ആ സോറി പേര് ഖദീജയ്ക്കുള്ള മാറി. ആള്. ഇതെല്ലാം എനിക്ക് വേണ്ടിയുള്ളത്. പുള്ളി വെക്കുന്ന മാഗ്നറ്റ് ഒട്ടും പോലെ അങ്ങോട്ട് എനിക്കറിയില്ല മച്ചാനെ. നിങ്ങൾക്കുള്ളത് വേറെ വരുന്നത്. അതെ ഓക്കെ, എനിക്കിത് മതി. ആ അത് മതി. അത്രയും മതിയോ നിക്കേക്ക്? അപ്പൊ ആ അറ്റത്തിരിക്കണ സാധനം കണ്ട, ആ അറ്റത്തിരിക്കണാണ് നമുക്കുള്ളത്, ബാക്കിയെല്ലാം ഹരിസക്ക്. അവിടെ ഇരിക്കാതെ. ഓക്കെ അപ്പൊ ഫുഡ് കഴിക്കട്ടെ. ഗൈസ് ഇവിടെ ഒരു അറ്റത്താണെങ്കിൽ പല കളറിലുള്ള ചിക്കൻ അല്ലേ, 4 ടൈപ്പ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, അത് നിങ്ങൾ ഇപ്പോഴേ ഒരു അറ്റത്തേക്ക് എടുത്ത് വെച്ചോ, എന്നാലേ കിട്ടുള്ളൂ കേട്ടോ. രണ്ടുപേരും കൂടി സമാധാനമായിട്ട് കഴിക്കുക. എങ്ങനെയുണ്ട് ഫുഡ്? അടിപൊളിയല്ലേ? അടിപൊളിയല്ലേ? വെയിറ്റ് ചെയ്യാൻ പറ്റില്ല ഗൈസ്. സ്മോക്ക് ആൻഡ് ഹണി. എങ്ങനെയുണ്ട്? പൊളി. ടേസ്റ്റ് എക്സ്പ്രഷൻ തരാം. ജമൈക്കനല്ലേ? ഇക്ക മാത്രം ഒന്നും ആരെയും നോക്കുന്നില്ല. കഴിച്ചു തുടങ്ങിയിട്ടുള്ളൂ. ആണ് ആദ്യം ഈ മന്തി റൈസും ജമൈക്കൻ ചിക്കനും ഹണി ചിക്കനൊക്കെയാണ് കഴിച്ചു തുടങ്ങിയേക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ ഓരോ ഐറ്റംസ് ഇങ്ങനെ നോക്കി കണ്ണു വെച്ചിരിക്കുകയാണ്. ഗൈസ് അങ്ങനെ കഴിച്ചു കഴിഞ്ഞിറങ്ങി. അപ്പോൾ ഈ കാണുന്നതാണ് ഇൻറ്റീരിയർ സ്പേസ് കേട്ടോ. ഇപ്പോൾ ആൾക്കാരൊക്കെ വന്ന് നിൽക്കുകയാണ്. ഇവിടെ നമുക്ക് വേറെ സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി പോകുമ്പോൾ ഈ വാളിൽ ചെയ്തിരിക്കുന്ന ഈ വർക്ക് എങ്ങനെയുണ്ട്? കൊച്ച് അടിപൊളി അല്ലേ? ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നൈസായിരിക്കും. ഓക്കെ അങ്ങനെ ഫൈനലി എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ യാത്രയാവുകയാണ്. എവിടെ നിന്ന്? ചാർക്കോൾ ഷാക്കിൽ നിന്നും. ഇതാണ് പുറമേ നിന്നുള്ള വ്യൂ. അടിപൊളി അല്ലേ മച്ചാനെ? ഭയങ്കര നല്ല പാർക്കിംഗ് ഒക്കെ ഉണ്ട്. കുടുംബമായതുകൊണ്ട് നമുക്ക് പിന്നെ ഒന്നും പറയാനില്ല. ഒന്നും പറയാനില്ല. ആംബിയൻസ് ഉള്ളതല്ലേ? ഇന്ന് നമുക്ക് സമാധാനപരമായിട്ട് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ തിരക്കാനായിട്ട് വരാം. ആൻഡ് അവിടെ ആ നിൽക്കുന്നത് ഹാരിസിക്കയും റാഫി മച്ചാനും കൂടി. അവരാ നൃത്തം തുടങ്ങിയിട്ട് 3.5 മണിക്കൂറായി. ഇവിടെ ഭാര്യ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് നിൽക്കുന്നുണ്ടല്ലേ? ചായക്കട തുടങ്ങി, ചായക്കടയൊക്കെ തുടങ്ങി. ഇവിടെ കുറെ നേരം നിന്ന് ചായക്കടയൊക്കെ തുടങ്ങി. ഷെറിൻ ചായക്കട തുടങ്ങി. എന്നിട്ടും വരുന്നില്ല, ആളെ കിട്ടിയിട്ടില്ല. ഇനി രാവിലെ ഒരു 5:15 സുബൈ വാങ്ങി വിളിക്കാൻ വേണ്ടിട്ട് നിൽക്കുകയാണ് ഷെറിൻ. അതെങ്കിലും കേട്ടിട്ട് പുള്ളി വരുമെങ്കിലും കഴിക്കാൻ വരും. പുള്ളി പ്ലേറ്റ് എടുത്ത് വെക്കുമ്പോഴെങ്കിലും വരുമോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. എന്ന് വെച്ചാൽ ഹാരിസിക്കടുത്ത് നമ്മൾ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മളും അറിയാതെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നിന്ന് പോകും. അതാണ് ഇത് കളിയാക്കുന്നതല്ല, കാര്യമായിട്ടുള്ള സംഭവമാണ്. അവിടെ ചെന്ന് പോയി പറയാം. ഭാര്യ ഫുഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വീട്ടില് അത് കേൾക്കുമ്പോ വരും അല്ലേ? ഭാര്യ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കി വെച്ചിരിക്കണ. വാ വീട്ടില് പറഞ്ഞു നോക്കടാ. എവിടെ? ഇപ്പൊ കറക്റ്റ്. അപ്പൊ അവിടെ ഇറങ്ങാണേ. വളരെ സന്തോഷം. അടുത്ത പരിപാടി കാണാം, നമുക്ക് കാണാം. റാഫി ബ്രോ ഇറങ്ങാം. യെസ് തീർച്ചയായിട്ടും. ഓക്കെ അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ വണ്ടി കയറി വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഈ വ്ളോഗ് എന്തായാലും നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ നോമ്പ് എടുത്ത നല്ല നോമ്പ് പിടി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. യെസ് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ആൻഡ് അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമന്റിൽ അറിയിക്കുക കേട്ടോ. കാര്യം നമ്മൾ ഫസ്റ്റ് ടൈമാണ് നോമ്പ് പിടിക്കുന്നത്. നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം ശരിയാണോ തെറ്റാണോ എന്ന് നമുക്കറിയില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു മനോഹരമായ വ്ളോഗിൽ കണ്ടുമുട്ടാം അല്ലേ? താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നമ്മൾ വിശ്വം വ്ളോഗ്സ്. I'll see you in my next video. Until then, you take care. Bye bye.